ഹാർവേഡ് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 10 തവണയാണ് അവിടേക്ക് അപേക്ഷ നൽകുകയും പരാജയപ്പെടുകയും ചെയ്ത ഒരു വ്യക്തി. ഇന്ന് ലോകത്തിൽ കോടീശ്വരന്മാരിൽ ഒരാളായ വ്യക്തി. അതേപോലെ തൻ്റെ നാട്ടിൽ KFC വന്നപ്പോഴേക്കും, ആ കമ്പനി തുടങ്ങിയപ്പോഴേക്കും അതിൽ അപേക്ഷിച്ചു അദ്ദേഹം ജോലിക്ക് വേണ്ടി. 24 ആളുകൾ നാട്ടിൽ നിന്ന് അപേക്ഷിച്ച് 23 ആളുകളും സെലക്റ്റാകുകയും താൻ മാത്രം പരാജയപ്പെടുകയും ചെയ്ത വ്യക്തി. ഇന്ന് അലിബാബ എന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഉടമ, ലോക കോടീശ്വരന്മാരിൽ ഒരാൾ. അദ്ദേഹത്തെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം നടത്തുന്ന ഒരു ഗംഭീരമായ പ്രഭാഷണമുണ്ട് യൂട്യൂബിൽ. നമുക്കറിയാം, നിരവധി പ്രഭാഷണങ്ങളും ക്ലാസ്സുകളുണ്ട്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഏറ്റവും മോട്ടിവേറ്ററായ ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഞാൻ കേട്ട, മനസ്സിലാക്കിയ, പഠിച്ച. ദിനംപ്രതി നിങ്ങൾ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരിക. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഒരു മാറ്റവുമില്ലാതെ ദിനംപ്രതി ജോലിക്ക് പോവുക, വരിക, ഒരേ ഒരു റുട്ടീനിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ സമയം പാഴാക്കി കളയുകയാണ്, വേസ്റ്റാക്കുകയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ജീവിതത്തിൽ പകർത്താനും യഥേഷ്ടം മുന്നേറാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. പരാജയത്തെ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ വീണാൽ, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വീണാൽ എഴുന്നേൽപ്പിക്കാൻ ഒരാളും തന്നെയില്ല. ഒരാളും വരില്ല നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ. നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങളെ തന്നെ നിർബന്ധിക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. നിങ്ങളൊരിക്കലും പരാജയപ്പെടാതിരിക്കാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. പലപ്പോഴും ഒഴിവ് കഴിവുകൾ പറയുന്നവരാണ് നമ്മൾ. നമ്മുടെ ഒഴിവ് കഴിവുകൾ എന്താ? നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പഠിപ്പിച്ചില്ല. എൻ്റെ പിതാവ് സമ്പന്നനായിരുന്നില്ല, എൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ്, എൻ്റെ ചുറ്റുപാടുകൾ അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ള ഒഴിവ് കഴിവുകൾ പലതും നമ്മൾ പറയും. എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ, മാഷന്മാരൊക്കെ വളരെ മോശമായിരുന്നു, അതുകൊണ്ട് ഞാൻ പഠിച്ചില്ല. അങ്ങനെ പലതും ഒഴിവ് കഴിവുകൾ നമ്മൾ പറയാറുണ്ട്. എന്നാൽ നമുക്കിന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്. ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് നമുക്ക് പഠിക്കാൻ. ഒരുപാട് ഗ്രൂപ്പ് സെക്ഷനുകളുണ്ട്. അതേപോലെ ചെറിയ ചെറിയ സമ്പത്ത് 300-400 കൊടുത്താൽ പോലും വലിയ ഗ്രൂപ്പുകളായി ചേരുകയും എന്നിട്ട് അതിൽ പഠിക്കുകയും ചെയ്യുന്ന അവസരങ്ങളുണ്ട്. എന്നിട്ട് എത്രമാത്രം നമ്മൾ ഉപയോഗിച്ചു ആ അവസരത്തെ. മതപരമായ കാര്യങ്ങൾ പഠിക്കാൻ, ഭൗതികമായ കാര്യങ്ങൾ പഠിക്കാൻ. ഒന്നിക്കും മതപരമായ നല്ല കാര്യങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ ഭൗതികമായ നല്ല കാര്യങ്ങൾ പഠിക്കുക. ഇതിനേതെങ്കിലും ഒന്നിനു വേണ്ടി സമയം മാറ്റി വെക്കാൻ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഒരു മരത്തിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു മരം, അത് വെയിലത്തും മഴയത്തും ഒരുപോലെ വളരുന്നതിൻ്റെ ഭംഗി, അത് എങ്ങനെയാണ് ആ കാലാവസ്ഥയെ തരണം ചെയ്ത് നിൽക്കുന്നത് എന്ന്. അതേപോലെ അതിൻ്റെ നല്ല ശക്തമായ ഒരു കൊമ്പ് വെട്ടിക്കളഞ്ഞാൽ പോലും അത് വീണ്ടും വളരുന്നതായി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന സമയത്ത് കൃത്യവും വ്യക്തവുമായി ചെയ്യുക എന്നൊരു ഭാഗം കൂടി അദ്ദേഹം ചേർക്കുന്നുണ്ട് അവിടെ അദ്ദേഹം പറയുന്ന ഉദാഹരണം ഒരു മഴുവെട്ടുകാരൻ്റെ ഉദാഹരണമാണ്. 2 ആളുകളെ ഒരു മരം വെട്ടാൻ വേണ്ടി ഏൽപ്പിച്ചു. ആ 2 ആളുകളെ മരം വെട്ടാൻ വേണ്ടി ഏൽപ്പിച്ച സമയത്ത് ഒരാൾ തൻ്റെ മഴു നല്ല മൂർച്ചയാക്കി അരമണിക്കൂറോളം നേരം. എന്നിട്ട് ആ മരം വെട്ടി. മറ്റേ ആൾ ഉടനെ തന്നെ പോയി മരം വെട്ടാൻ തുടങ്ങി. ആ സമയത്ത് ആരാണ് ഏറ്റവും കൂടുതൽ ആദ്യം മരം വെട്ടി തീർക്കുക? ആ രണ്ടാമത് പോയ വ്യക്തിയായിരിക്കും. ആ മൂർച്ച കൂട്ടിയ വ്യക്തിയായിരിക്കും ആയുധത്തിന്. അതേപോലെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ സ്മാർട്ടായി, ക്ലിയറായി, നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നൊരു ഭാഗം കൂടി അദ്ദേഹം ചേർക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണ്? ഒരു സുഹൃത്തിനെ കാണിച്ചു തരൂ, ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞു തരാം. അതായത് നിങ്ങളുടെ സുഹൃത്താണ് നിങ്ങൾ. പലപ്പോഴും നമുക്കറിയാമത്. അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നു. 5 അതായത് എത്ര നമുക്ക് സുഹൃത്തുക്കളുണ്ടോ ആ സുഹൃത്തുക്കൾ അതേ ക്വാളിറ്റി, അതേ സ്വഭാവമായിരിക്കും. നിങ്ങളുടെ സുഹൃത്ത് മടിയനാണെങ്കിൽ നമ്മൾ മടിയനായിരിക്കും, തൻ്റെ വകയാണ്. മടിയനാണെങ്കിൽ മടിയനായിരിക്കും. നിങ്ങളുടെ സുഹൃത്ത് സമ്പന്നാണെങ്കിൽ, ഇപ്പോൾ 4 ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്. അതിൽ 4-ൽ 3 പേരുടെ ബാങ്കിലും ഇഷ്ടംപോലെ ബാലൻസ് ഉണ്ടെങ്കിൽ ആ 4ാമത്തെ ആൾ ബാങ്ക് ബാലൻസിൽ ആൾ നിങ്ങളായിരിക്കും. 3 ആളുകൾക്ക് നല്ല വാഹനവും വീടും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. 4ാമത് നിങ്ങൾക്കത് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 3 ആളുകൾ നല്ല കഴിവുള്ള ആളുകളാണ്. വക്കീൽമാർ, ഉദ്യോഗസ്ഥന്മാർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, അങ്ങനെ തുടങ്ങി നല്ല വിദ്യാഭ്യാസം കഴിവുമുള്ള വലിയ ഓഫീസർമാർ, അങ്ങനെയുള്ള വലിയ ആളുകളെ നിങ്ങൾ കൂട്ടിച്ചേരുമ്പോൾ നിങ്ങളും അങ്ങനെ ആയിത്തീരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സമ്പന്നനാണെങ്കിൽ ബാങ്ക് ബാലൻസ് ഇഷ്ടം പോലുള്ള ആണെങ്കിൽ നിങ്ങളും അങ്ങനെ ആകും. അതേപോലെ നിങ്ങൾ കൂട്ടുകൂടുമ്പോൾ, സ്പീച്ച് കേൾക്കുമ്പോൾ, സ്ട്രോൾ ചെയ്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിസ്സാരമായി നിങ്ങളത് കണ്ടുപോവുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ അത് തറക്കുകയില്ല എന്ന്? നിങ്ങൾ കാണുന്ന വീഡിയോകൾ, നിങ്ങൾക്ക് അയക്കുന്ന വോയിസുകൾ, നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന ആളുകൾ, ഇതൊക്കെ നിങ്ങളുടെ സ്വാധീനം, നിങ്ങളുടെ നാളെയുടെ നിങ്ങളെ സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കതാണ്. നിങ്ങൾ ഇന്ന് കാണുന്ന വീഡിയോകളും ഇന്ന് കാണുന്ന സംസാരങ്ങളും സ്പീച്ചുകളും ഇതെല്ലാമാണ് നാളെയുടെ നിങ്ങളായി വളർത്തുന്നത്. ഇന്നുള്ള നിങ്ങളാരാണ്? ഇന്നലകളിൽ നിങ്ങൾ കണ്ട കാഴ്ചകളും നിങ്ങളെ കുടുംബവും അന്തരീക്ഷവും എന്തെങ്കിലും ചുറ്റുപാടുകളും ജീവിത സാഹചര്യങ്ങളും ഇതെല്ലാമായ ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇന്ന്. എങ്കിൽ നിങ്ങൾ നാളെയിലേക്ക് ഇത് പോരാ, ഞാനിങ്ങനെ ആയാൽ പോലെ, എനിക്ക് മാറ്റം വരണം, ഞാനൊരു അടിപൊളി മനുഷ്യനാകണം, ഒരു പുതിയ മനുഷ്യനാകണം. ഞാൻ ഉദ്ദേശിച്ചതല്ല, ഈ ജോലിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ ബിസിനസ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇന്ന കാര്യമാണ് ഞാൻ ആഗ്രഹിച്ചത്. ആ ആഗ്രഹിച്ചതിലേക്ക്, ആ ബിസിനസ്സിലേക്ക്, ആ ഉയർച്ചയിലേക്ക്, ആ നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ അതിന്
വേണ്ടിയുള്ള പരിശ്രമം എന്താണ് നിങ്ങൾ നടത്തിയത്? നടത്തിക്കൊണ്ടേയിരിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും യഥേഷ്ടം ഓരോ ദിവസവും ഞാൻ മെച്ചപ്പെട്ട് വരാൻ. എൻ്റെ പഴയ സ്പീച്ചുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെ പറയുന്നുണ്ടാവും, പക്ഷെ അതുപോലും കേൾക്കാനാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എൻ്റെ സ്പീച്ച് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ഇത് തോന്നുന്നു, എങ്ങനെ ആളുകൾ അന്ന് ഇത്രയും ആളുകൾ എൻ്റെ സംസാരം കേട്ടു. ഇന്ന് നിങ്ങൾ നോക്കൂ, എൻ്റെ കോൺഫിഡൻസ് ലെവൽ നോക്കൂ, എൻ്റെ സംസാരം നോക്കൂ, എൻ്റെ ആത്മവിശ്വാസം നോക്കൂ, എൻ്റെ കഴിവ് നോക്കൂ, എൻ്റെ അറിവ് നോക്കൂ, ഞാൻ ഭാഷ പഠിക്കുന്ന രീതി നോക്കൂ, തമിഴിലും ഹിന്ദിയിലും ഞാൻ വീഡിയോകൾ ചെയ്യുന്നത് നോക്കൂ. അതുപോലെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മേഖലകളിൽ, നിങ്ങൾ എന്തൊരു മേഖലയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലേക്ക് വേണ്ടി മെച്ചപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക, വിജയിക്കുന്നത് വരെ. അതുപോലെ നിങ്ങൾ നല്ല കൂട്ടുകെട്ട് കൂടുക, നല്ല നല്ല വീഡിയോകൾ കാണുക, നല്ല നല്ല വാർത്തകൾ കേൾക്കുക, നല്ല നല്ല മോട്ടിവേഷൻ സ്പീക്കുകൾ കേൾക്കുക, ഇംഗ്ലീഷിലും തമിഴിലും മാറി മാറി നിങ്ങൾക്ക് അറിയുന്ന ഭാഷകളിൽ സംസാരങ്ങൾ, നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക. അതിലൂടെ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും യഥേഷ്ടം ആളുകളുടെ മുമ്പിൽ തുറന്നത് പറയാൻ നമുക്ക് സാധിക്കട്ടെ.